ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ റൂം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കണതാണ് കേട്ടോ. നമ്മുടെ ജനൽമലും അതുപോലെ ജനലിൻ്റെ കമ്പിമലും പിന്നെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറുതായിട്ട് മാറാലൊക്കെ വന്നിട്ടുണ്ട്. ഫാനുമലും അത്യാവശ്യം പൊടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മളെ കണ്ണിൽ പെട്ടെന്ന് പെടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആ ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് ബെഡൊന്നും വിരിച്ചിട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ മാറ്റി മൊത്തമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ ഈ കട്ടലിൻ്റെ ഈ ഭാഗത്തൊക്കെ ദേ പൊടി പിടിച്ചിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ദേ ഹമ്പ് ആദ്യം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലിക്വിഡ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ആദ്യം സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അളവില്ല, നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മുടെ പുൽത്തൈലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കംഫർട്ട് ഉപയോഗിക്കാം. പുൽത്തൈലം ഒരു മൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ബേക്കിംഗ് സോഡയ്ക്കും അതുപോലെ വെള്ളത്തിനൊന്നും അളവില്ല. നമുക്ക് എത്രയാണോ ക്ലീനിങ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഈ ലിക്വിഡ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലിക്വിഡ് ഇതുപോലെ ഒരു ബോട്ടിൽ, സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെക്കാം കേട്ടോ. ഇത് 7up ബോട്ടിലാണ്. അത് ഈ നമ്മുടെ സ്പ്രേ ചെയ്യുന്ന സംഭവം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ലിക്വിഡാക്കി വെച്ചാൽ നമുക്ക് അത് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാനും ക്ലീനിങ്ങിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് ക്ലീൻ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എല്ലാം നമ്മൾ റൂമിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അല്ലാതെ ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ അതെടുക്കാനും ഇതെടുക്കാനും നിൽക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂല്, മോപ്പ്, അതുപോലെ ഒരു തുണി, അടിക്കോരി, മാറാല കളയുന്നത് ഈ പെനോയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്താട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പുറത്ത് ജനലിൻ്റെ അവിടെ നിന്നാട്ടോ തുടങ്ങിയത്. ജനലിന് അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് ഒരു മാറാല കളയേണ്ട ബ്രഷ് കൊണ്ട് ഒന്ന് നന്നായിട്ട് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 6 മാസമൊക്കെ കൂടുമ്പോൾ റൂമും അതുപോലെ വീടും ഹാളും നമ്മുടെ വീട് നന്നായിട്ട് വൃത്തിയിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് 6 മാസം കൂടുമ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് നിർബന്ധമാണ് കേട്ടോ. മാസത്തിലൊരിക്കൽ നമ്മൾ മാറാലൊക്കെ തട്ടി നല്ല ഇതിൽ വൃത്തിയാക്കി കൊടുക്കുക. പക്ഷേ 6 മാസത്തിലൊരിക്കൽ നല്ലൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്താലാണ് നമുക്ക് വീട് നല്ല വൃത്തിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ സ്പ്രേ ബോട്ടിലത്തെ ലിക്വിഡ് വെച്ചിട്ട് ഒരു തുണി വെച്ച് തുടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ തുടച്ചു കൊടുത്തപ്പോൾ മനസ്സിലായത് അത്യാവശ്യം നല്ല അഴുക്കുണ്ടെന്ന്. അപ്പോൾ നമ്മൾ വെള്ളം വെച്ച് നന്നായിട്ട് കഴുകി കൊടുത്തുവിടുക ജനൽ. നിങ്ങൾ ഡെയിലി ഒന്നും കഴുകി കൊടുക്കരുത്. കമ്പികളൊക്കെ ചിലപ്പോൾ തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഡെയിലി ഒന്നും ചെയ്യാതെ 6 മാസത്തിലൊരിക്കൽ അപ്പോൾ ചെയ്യുമ്പോൾ പിന്നെ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ആ നനവൊക്കെ തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേ അതൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നിട്ട് വീണ്ടും മാറാലടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാറാലടിക്കുന്ന ബ്രഷ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുടച്ച് കൊടുത്തതിന് ശേഷം മാറാലടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഭിത്തിയിലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മാറാലടിക്കുക. പിന്നെ ഈ ഫാനുമ്മത്തെ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫാനൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന ബ്രഷൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനെന്താ ചെയ്തതെന്ന് വെച്ചാൽ കട്ടലിൻ്റെ മേലെ നമ്മൾ കസാര ഇട്ടിട്ട് അതുമ്മേ കയറി നിന്നിട്ടാണ് ഫാന് തുടച്ചെടുത്തത് കേട്ടോ. ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുത്തു. നമ്മളറിയില്ല, നമ്മൾ ഈ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ അതും അത്ര പൊടി ഉണ്ടോയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അതിങ്ങനെ കറങ്ങി കറങ്ങി എല്ലാ പൊടിയും ആ ഫാനും ഇങ്ങനെ പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കറുത്ത കളറിലായിരുന്നു പൊടികൾ ഇരുന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അലമാരയുടെ മുകളിൽ നമ്മളൊന്നും ഇവിടേക്കൊന്നും പെട്ടെന്നൊന്നും കണ്ടെത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് 6 മാസത്തിലൊരിക്കൽ ഒരു ഡീപ്പ് ക്ലീനിങ് നിർബന്ധമാണെന്ന് പറയണത്. കണ്ട നല്ല മാറാലയും പൊടിയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതും ഞാൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീട് എത്രയ്ക്ക് വൃത്തിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണെന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ ഓരോ മുക്കും പോലെയും ശ്രദ്ധിച്ച് വൃത്തിയാക്കി കൊണ്ടുപോയാലാണ് വീടിനെ നല്ല വൃത്തിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വീട് വൃത്തിയില്ലാതെ കിടക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര മോശമായിട്ട് തോന്നും. അതുകൊണ്ടാണ് നമ്മുടെ വീട് എപ്പോഴും വൃത്തിക്ക് കൊണ്ടുപോകാൻ നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ആ ലിക്വിഡ് വെച്ചിട്ട് നമ്മുടെ ജനലൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. ജനലൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. അത് ഞാനൊരു ഉണങ്ങിയ തുണി കൊണ്ടും തുടച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഭാഗം ആ ലിക്വിഡ് വെച്ചിട്ടും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
സ്വിച്ച് ബോർഡും ഞാൻ ഈ ലിക്വിഡ് കൊണ്ട് തന്നെയാണ് തുടച്ചെടുക്കുന്നത്. ഞാനൊരു വീഡിയോയിൽ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പേസ്റ്റ് വെച്ചിട്ട് സ്വിച്ച് ബോർഡ് നല്ല ക്ലീൻ ആക്കി എടുക്കാമെന്ന്. ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതുകൊണ്ട് ക്ലീൻ ചെയ്താലും പെട്ടെന്ന് വൃത്തിയായി കിട്ടും. പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ഡോറും ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ കട്ടലിൻ്റെ അവിടെ ഞാൻ വീഡിയോയിൽ ആദ്യം കാട്ടി തന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ നമ്മൾ ഉണ്ടാക്കിയ ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടേക്കൊന്നും നമ്മുടെ കണ്ണൊന്നും പെട്ടെന്ന് എത്തില്ല. നമ്മൾ അടിച്ചൊരു വൃത്തിയാക്കി ജസ്റ്റ് പൊടി ഉണ്ടെങ്കിൽ തട്ടി കൊടുക്കുള്ളൂ. അതാണ് പറയുന്നത്. നമ്മൾ 6 മാസത്തിലൊരിക്കൽ നല്ലൊരു ഡീപ്പ് ക്ലീനിങ് നിർബന്ധമാണെന്ന് പറയണത് അതാണ് കേട്ടോ. അപ്പോൾ അവിടെ ജനൽ കഴുകിയപ്പോൾ ഇവിടേക്ക് വെള്ളമായിട്ടുണ്ടായിരുന്നു, അതാണ് അത്ര അഴുക്ക്. അപ്പോൾ ആദ്യം ആ ലിക്വിഡ് വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നിലം ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് നന്നായിട്ട് വൃത്തിയാവുകയും ചെയ്യും. പിന്നെ നമ്മുടെ അലമാര എല്ലാതും തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. മടി പിടിച്ചിരിക്കാതെ നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ അവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആവട്ടെ. പിന്നെ ഞാൻ സോപ്പും പൊടി ഇട്ടിട്ടാണ് തുടയ്ക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, സോപ്പും പൊടി ഇടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പെട്ടെന്ന് അങ്ങനെ സോപ്പും പൊടി ഇട്ടാൽ നമുക്ക് സ്ലിപ്പായി പോവും. ഞാൻ ആദ്യം സോപ്പും പൊടി ഇടുന്നത് ശ്രദ്ധിച്ചിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഡിഷ് വാഷും അതുപോലെ നമ്മുടെ ഷാമ്പു ഉപയോഗിച്ച് തുടയ്ക്കാം കേട്ടോ. ഇങ്ങനെ ഒരട്ടം തുടച്ചെടുക്കുമ്പോൾ നല്ല ക്ലീൻ ആവും. എന്നിട്ട് 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും വെള്ളം മുക്കി തുടച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ സോപ്പും പൊടിയുടെ ആ ഒരു മിനുസം നമുക്ക് മാറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് റൂം ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബെഡൊക്കെ ഇട്ടിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതേ ഇവിടെ ഞാനുണ്ടായിരുന്ന ഫോട്ടോസൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ റൂമിന് അങ്ങനെ മേക്ക് ഓവറൊന്നും ചെയ്ത് കൊടുക്കണില്ല. ഈ റൂമൊന്ന് മേക്ക് ഓവർ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പക്ഷേ കുറച്ചും കൂടി ചെയ്യുമ്പോൾ അത് നല്ല വൃത്തിക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് ടൈം എടുത്ത് അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ബെഡൊക്കെ വിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരു വട്ടം നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അത് കഴുകി വേറെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ എല്ലാ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ റൂമൊക്കെ ഇതുപോലെ കിടക്കുന്നത് കാണാനാണ് നമുക്കും ഇഷ്ടം. അപ്പോൾ നമുക്ക് കാണുന്നവർക്കും അത് നല്ല വൃത്തിക്കുണ്ടെന്ന് അവർ പറയുകയും ചെയ്യും കേട്ടോ. ഒരാളിവിടെ നഖം കടിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മടി പിടിച്ചിട്ട് ക്ലീൻ ചെയ്യാണ്ട് വെച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പോയി നമ്മുടെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തോട്ടോ. നമ്മളാണ് നമ്മുടെ വീടൊക്കെ വൃത്തിയിൽ കൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.